ക്രിസ്തുമസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ വിൽഷെയർ മലയാളി അസോസിയേഷന് വേണ്ടി ആദ്യമേ തന്നെ ഞാൻ നിങ്ങൾ ഓരോരുത്തർക്കും നേരുകയാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ആഘോഷമാണ് ക്രിസ്മസ്. ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. മാനവരാശിയുടെ സുഖദുഃഖങ്ങളിൽ പങ്കുചേരുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന ക്രിസ്തുദേവന്റെ മനുഷ്യാവതാരമാണ് ക്രിസ്മസ്. ആ ഒരർത്ഥത്തിൽ ക്രിസ്മസ് വെറും ഒരു ആഘോഷം മാത്രമല്ല, മറിച്ച് പ്രത്യാശയുടെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും സാഹോദര്യവും കണ്ടെത്തുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന സാഹോദര്യത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ് ക്രിസ്മസ്. ഓരോ പുതുവർഷത്തെയും നാം സ്വീകരിക്കുന്നത് പോയ വർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിക്കണമെന്നും പ്രവർത്തിക്കണമെന്നും ഉള്ള ഇച്ഛാശക്തിയും തൻ്റെ ഇടവും നമ്മൾ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. ഈയൊരു സന്ദേശമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. ക്രിസ്മസ് ദിനത്തിൽ, യേശു പിറന്ന ദിനത്തിൽ മാലാഖമാർ ഇങ്ങനെ പാടി: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും നിറമുള്ള ആഘോഷങ്ങളുള്ള ദിവസങ്ങളാകട്ടെ പുതുവർഷത്തിൽ നിങ്ങൾ ഓരോരുത്തർക്കുമെന്ന് ഹൃദയത്തിൽ ആത്മാർത്ഥമായി ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമേ തന്നെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും വിൽഷെയർ മലയാളി അസോസിയേഷൻ്റെ പ്രസിഡന്റുമായ ശ്രീ പ്രിൻസ് മോൻ മാത്യുവിനെയാണ്. കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ അസോസിയേഷന് പുതിയ ദീർഘവീക്ഷണവും പുതിയ മാനവും നൽകി ഇച്ഛാശക്തിയോടെ നമ്മെ നയിച്ച പ്രിൻസ് മോൻ മാത്യുവിനെ ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഏറെ ഹൃദ്യമായി ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി നമ്മളുടെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം എംപിയുമായ ശ്രീ സോജൻ ജോസഫിനെയാണ്. UK പാർലമെന്റിൽ കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ അഭിമാനമാണ് ശ്രീ ജോസഫ്. ഏറെ തിരക്കുള്ള കർമ്മമേഖലകളിലും കർമ്മജീവിതത്തിലും വിൽഷെയറിൻ്റെ മണ്ണിൽ വിൽഷെയർ മലയാളികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കുവാൻ കാണിച്ച ആ ഉദാര മനസ്കതയ്ക്ക് ഏറെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ ഈ യോഗത്തിൻ്റെ പേരിലും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ ശ്രീ സോജൻ ജോസഫിനെ ഏറെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അടുത്തതായി WMA കമ്മിറ്റി അംഗങ്ങൾ. സാഹോദര്യത്തിൻ്റെയും കൂട്ടുത്തരവാദിത്വത്തിൻ്റെയും കൂട്ടായ്മയാണ് ഈ കമ്മിറ്റി. നമ്മുടെ ട്രഷറർ സജി മാത്യു, ജോയിന്റ് സെക്രട്ടറി സോണി കാച്ചപ്പള്ളി, ജോയിന്റ് ട്രഷറർ അഗസ്റ്റിൻ ജോസഫ്, മാത്യു കുര്യാക്കോസ്, ലൂക്കോസ് തോമസ്, സജി ജോർജ്, ജോസഫ് ജോസ്, സിസി ആന്റണി, ഗീതു അശോകൻ, ജോസ് ഞെളിയൻ, രാജേഷ് നടേപ്പള്ളി, ജോർജ് കുര്യാക്കോസ്, ജോബി ജോസ്, ജിൻസ് ജോസഫ്, മെൽവിൻ മാത്യു, അഞ്ജന സുജിത്, ഷൈൻ എലിസബത്ത് വർഗീസ്, ജസ്ലിൻ ജോസഫ് എന്നിവരാണ്. ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സാഹോദര്യത്തിൻ്റെ പേരിൽ ഞാൻ ഈ യോഗത്തിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഇന്നേ ദിവസത്തെ സ്പോൺസർമാരായിട്ടുള്ള ഇൻഫിനിറ്റി ഫിനാൻഷ്യൽസ് ലിമിറ്റഡ്, പോൾ ജോൺ ആൻഡ് കമ്പനി സോളിസിറ്റേഴ്സ്, മലബാർ ഗോൾഡ്, യുണൈറ്റഡ് കൊച്ചി റെസ്റ്റോറൻറ്റ്, മട്ടാഞ്ചേരി കാറ്ററേഴ്സ്, റിയൽ സ്റ്റോർ കൺവീനിയൻസ് സ്റ്റോർ, ഗ്രാൻഡ് ബസാർ സൂപ്പർ മാർക്കറ്റ്, ഫിഷ് ടു ഹോം, കുറിഞ്ഞി സൂപ്പർ മാർക്കറ്റ്, ഗൂർഖ മിനി സൂപ്പർ മാർക്കറ്റ്, ഫ്ലോറൽ ബ്ലൂസ്, VRS മോട്ടോ ക്ലബ്, ഇവർ ഓരോരുത്തരുടെയും ഉറച്ച പിന്തുണയും സർവാധികമായിട്ടുള്ള നമ്മളോടുള്ളൊരു കടപ്പാടുമാണ് നമ്മുടെ ഇന്ന ദിവസത്തെ പ്രോഗ്രാമിൻ്റെ ഈ ഒരു വലിയ സക്സസ്. അവർ ഓരോരുത്തരെയും നിങ്ങൾ ഓരോരുത്തരുടെ പേരിലും ഈ യോഗത്തിൻ്റെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാറ്റിനും ഉപരിയായി ഈ വിൽഷെയർ മലയാള അസോസിയേഷൻ്റെ നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിൻ്റെ ഊർജ്ജവും തേജസ്സും. ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പ്രസിഡൻഷ്യൽ സ്പീച്ചിന് വേണ്ടി നമ്മുടെ ആദരണീയനായ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് മോൻ മാത്യുവിനെ ഞാൻ ക്ഷണിക്കുകയാണ്. സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ആഷ്ഫോർഡ് MP സോജൻ ജോസഫ്, വിൽഷെയർ മലയാളി അസോസിയേഷൻ സെക്രട്ടറി പ്രദേശ് ഫിലിപ്പ്, ട്രഷറർ സജി മാത്യു, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ്, കോർ കമ്മിറ്റി മെമ്പേഴ്സ്, WMA members, non-members, parents and kids.
ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഏവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ക്രിസ്മസ് മംഗളങ്ങൾ, അതോടൊപ്പം തന്നെ ന്യൂ ഇയറിൻ്റെ ആശംസകളും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു. നമ്മുടെ ഇന്നത്തെ ഈ ന്യൂ ഇയർ സെലിബ്രേഷനിൽ ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് MP സോജൻ ജോസഫ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ എവിടെയും ഒരു ഭാഗ്യമാണ് അദ്ദേഹത്തിന് ഉദ്ഘാടകനായിട്ട് ലഭിക്കുക എന്നുള്ളത്. ഇവിടെ എത്തിച്ചേർന്ന അദ്ദേഹത്തിന് WMയുടെ പേരിലുള്ള പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. സോജൻ ജോസഫ് MPയെ എനിക്ക് MP ആകുന്നതിന് മുൻപേ അറിയാം. എൻ്റെ ബ്രദർ ഇൻ ലോയുടെ അടുത്ത സുഹൃത്തും ക്ലാസ്മേറ്റുമാണ് സോജൻ ജോസഫ്. അതിലുപരി വർഷങ്ങൾക്ക് മുൻപ് തന്നെ WMയുടെ അതല്ല യുക്മയുടെ വള്ളംകളി മത്സരം, വടംവലി മത്സരം, മാരത്തോൺ എന്ന് വേണ്ട ഏത് മേഖലയിൽ ചെന്നാലും സോജൻ ജോസഫിനെയും ടീമിനെയും നമുക്ക് അവിടെ സന്ദർശിക്കുവാൻ സാധിക്കുമായിരുന്നു. അത് മനസ്സിലാക്കുന്നത് സോജൻ ജോസഫ് എന്തുകൊണ്ടും മലയാളികളുടെ അഭിമാനമായ ഒരു MP ആണ്. ഡിസംബർ മാസം എന്ന് പറയുന്നത് കടന്നുപോകലിൻ്റെ മാസമാണ്. എന്നാൽ WMയെ സംബന്ധിച്ചിടത്തോളം 2023-24 കമ്മിറ്റിയുടെ കടന്നുപോകൽ കൂടിയാണ്. 2023 ജാനുവരിയിൽ ഞാനടങ്ങുന്ന എൻ്റെ ഈ കമ്മിറ്റി ഈ നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ ഇത് എത്രമാത്രം ഭംഗിയായി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സഹകരണവും കൊണ്ട് മാത്രമാണ് അത് സാധ്യമായത്. കമ്മിറ്റിയുടെ ആദ്യ ഘട്ടത്തിൽ ഞാൻ നമ്മുടെ കമ്മിറ്റിക്കാരോട് പറയുകയുണ്ടായി, എനിക്ക് മഹാഭാരതത്തിലെ അഭിമന്യുവാകുവാനേ സാധിക്കൂ എന്ന്. നിങ്ങൾക്ക് ഏവർക്കും അറിയാവോ അറിയില്ല അഭിമന്യുവിൻ്റെ പ്രത്യേകത. കുരുക്ഷേത്ര യുദ്ധത്തിൽ ചക്രവ്യൂഹം ഭേദിച്ച് അകത്ത് കടക്കാൻ കഴിവുള്ള അർജുനെ പോലെയും കർണനെ പോലെയുമുള്ള ഒരു വ്യക്തിയാണ് അഭിമന്യു. എന്നാൽ അഭിമന്യുവിന് ചക്രവ്യൂഹം തകർത്ത് പുറത്തു പോകാൻ അറിയില്ല. WMA എന്ന ചക്രവ്യൂഹം ഭേദിച്ച് പുറത്തു വരണം എന്നുണ്ടെങ്കിൽ കർണനെ പോലെയും അർജുനെ പോലെയുമുള്ള സെക്രട്ടറിയും ട്രഷററും കമ്മിറ്റി അംഗങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ അത് പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഈ അസോസിയേഷനിൽ ശക്തനായ അർജുനും കർണനും ഉള്ളതുകൊണ്ടാണ് ഈ അസോസിയേഷൻ്റെ ഈ കമ്മിറ്റി അതിൻ്റെ പൂർണ്ണതയിൽ എത്താൻ സാധിച്ചത്. ഒരു കമ്മിറ്റി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാലാവധി തീർക്കുക എന്നുള്ളത് മാത്രമല്ല, പുതിയ ഒരു കമ്മിറ്റിയെ കണ്ടെത്തി അതിൻ്റെ ചാർജ് ഏറ്റെടുത്ത് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കമ്മിറ്റി പൂർണ്ണത കൈവരിക്കുകയുള്ളൂ. WMA 20 വർഷം പിന്നിട്ട് അതിൻ്റെ തേരോട്ടം നടത്തുമ്പോൾ പല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയാണ് ഈ 2 വർഷക്കാലം ഞങ്ങൾ ഇവിടെ പ്രവർത്തനം നടത്തിക്കൊണ്ടു പോയത്. ഈ പ്രവർത്തനത്തിലുടനീളം നമ്മളോട് നെഗറ്റീവായിട്ട് ചോദിച്ചവരുണ്ട്, എന്തിനാണ് ഈ മാറ്റങ്ങൾ എന്ന് ചോദിച്ചവരുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്കുകളാണ്. നാരായണ ഗുരുവിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്: അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവന് സുഖത്തിനായി വരയണം. ഐ റിപ്പീറ്റ്, അവനവൻ്റെ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അവരന് സുഖത്തിനായി വരയണം. നമ്മുടെ അടുത്ത 2 വർഷത്തേക്കുള്ള കമ്മിറ്റി നമുക്കിവിടെ സജ്ജാതമായിട്ടുണ്ട്. ജിജി സജിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അത് ഏറ്റെടുത്തതിന് ജിജിക്കും ടീമിനും പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അറിയിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് 20 വർഷത്തെ WMAയുടെ ചരിത്രത്തിൽ ഒരു മഹിള നമ്മുടെ ഇതിൻ്റെ സാരഥിയായിട്ട് ഇതേവരെ വന്നിട്ടില്ല. ജിജി സജിയനെ
WMAയുടെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. നിങ്ങളുടെ ഏവരുടെയും സഹകരണവും സപ്പോർട്ടുമാണ് ഏതൊരു പ്രാവശ്യവും ഏതൊരു കമ്മിറ്റിയുടെയും വിജയം. അടുത്ത വരുന്ന കമ്മിറ്റിക്കും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവണം എന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളെല്ലാവരും പല രീതിയിലുള്ള സഹായങ്ങളും ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന ഏതൊരു സഹായത്തിനും നമുക്കൊരു പ്രതിഫലം ഉണ്ടാകും. ആ പ്രതിഫലം എപ്പോഴാണോ കിട്ടുന്നതെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. നമുക്കേവർക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലെ പ്രതിഫലം കിട്ടുന്നത് നമ്മൾക്ക് ഏറ്റവും ആവശ്യമുള്ള അവസരത്തിലായിരിക്കും. അത് എപ്പോഴാണ് എന്നുള്ളത് ദൈവത്തിന് മാത്രമാണ് അറിയാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് ഇനിയും ഈ WMAയുടെ തലപ്പത്തേക്ക് ഒരുപക്ഷെ ഞാൻ കടന്നു വന്നു എന്ന് വരികയില്ല. എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിനും നിങ്ങൾ നൽകിയ എല്ലാവിധ സപ്പോർട്ടിനും ഒറ്റവാക്കിൽ ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ ഈ കമ്മിറ്റി ഏറ്റെടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരു കാര്യം മാത്രം ഞാൻ പറഞ്ഞിരുന്നു. എൻ്റെ ഈ കാലഘട്ടത്തിൽ 3 മണിക്ക് പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞ് 5 മണിക്ക് തുടങ്ങുന്ന ഒരു പരിസ്ഥിതി ഉണ്ടാകില്ല എന്ന്. 100% അത് സാധീകരിക്കാൻ സാധിച്ചില്ല എങ്കിലും 95% അത് സാധിക്കാൻ എനിക്ക് സാധിച്ചു, എൻ്റെ കമ്മിറ്റിക്ക് സാധിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുമാത്രമായിരുന്നു നമ്മുടെ ഈ കമ്മിറ്റിയുടെ ഏക വിജയവും എല്ലാ പ്രോഗ്രാമിൻ്റെ വിജയവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഈ പുതുവത്സരത്തിൽ നിങ്ങൾക്ക് ഏവർക്കും നന്മ ചെയ്യുന്നതിനും അതിൻ്റെ പ്രതിഫലം അനിവാര്യമായ സമയത്ത് കിട്ടുന്നതിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മുടെ പൊതുസമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ MP ശ്രീ സോജൻ ജോസഫ് അവർകളെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. ഗുഡ് ഈവനിങ് എവരി വൺ. ആദ്യമേ തന്നെ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേരുകയാണ്. ബഹുമാനപ്പെട്ട നിങ്ങളുടെ അധ്യക്ഷൻ പ്രിൻസ് പറഞ്ഞ പോലെ എൻ്റെ ഒരു ദീർഘനാളത്തെ സുഹൃത്താണ്. പ്രിൻസിനെ എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയാം. അതുപോലെ തന്നെ വിൽഷെയർ മലയാളി അസോസിയേഷൻ്റെ ഈ ക്രിസ്മസ് പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഈ ഒരു കുറച്ച് സമയം ചെലവഴിക്കാൻ സാധിച്ചതിനും എന്നെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിനും ആദ്യമേ തന്നെ ഞാൻ പ്രിൻസിനോടും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ കമ്മിറ്റിയോടും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഇന്നിവിടെ ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ മാത്രമല്ല, ഒരു അധികാര കൈമാറ്റം കൂടിയാണ് നടക്കുന്നത്. അപ്പോൾ പ്രിൻസിനും പിന്നെ അർജുനനും അഭിമന്യുവും ഒക്കെ നേതൃത്വം നൽകിയ ഈ കമ്മിറ്റിയും അതുപോലെ തന്നെ ഝാൻസി റാണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. പൊതുപ്രവർത്തനം എന്ന് പറയുമ്പോൾ അത് ഞാൻ പ്രിൻസിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കമ്മിറ്റിയും ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ആ കൂട്ടത്തിൽ തന്നെ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. നമുക്കെല്ലാവർക്കും തിരക്കുകളുണ്ട്, നമ്മുടെ കുടുംബങ്ങളുണ്ട്, ജോലിയുണ്ട്. അതിനെല്ലാം അപ്പുറം നമ്മൾ ഒരുപാട് സമയം ചെലവഴിച്ചിട്ടാണ് പൊതുപ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാനൊരിക്കലും പ്രതിഫലം പ്രതീക്ഷിച്ച് ചെയ്തിരുന്ന ആളല്ല. പ്രതിഫലങ്ങളൊക്കെ പുറകെ സ്ഥാനങ്ങളും മാനങ്ങളും ഒക്കെ പുറകെ എത്തുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിനോട് ഞാൻ 100% യോജിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാട് മണിക്കൂറുകൾ ചെയ്ത് ഇതുപോലെ മനോഹരമായ പരിപാടികൾ നടത്താൻ ശ്രമിക്കുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക അഭിനന്ദനം. നിങ്ങളുടെ ഈ വിൽഷെയർ മലയാളി അസോസിയേഷൻ, ഞാൻ 2 കാര്യങ്ങളാണ് ഞാൻ വന്നതിന് ശേഷം നോട്ട് ചെയ്തത്. ഒന്ന്,
നമുക്ക് UK മലയാളികൾ ഉള്ള എല്ലാ സ്ഥലങ്ങളിലും മലയാളി അസോസിയേഷനുകളുണ്ട്. പക്ഷേ ഒരു പക്ഷേ ആണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് മാത്രമായിരിക്കും ഒരു മലയാളി അസോസിയേഷൻ ഉള്ളതെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ കേട്ടത് വെച്ച് 20 വർഷമായി നിങ്ങളുടെ ഈ സംഘടന ഇവിടെ നടക്കണു. ഇത്രയും മനോഹരമായിട്ട് ഇത്രയും വിപുലമായ രീതിയിൽ നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലങ്ങളില്ല. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറ്റിവെച്ച് നിങ്ങൾ ഒന്നായി പോകുന്നത് വളരെ നല്ല കാര്യമാണ്. ഇത് ഇനിയും വർഷങ്ങളോളം മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ആദ്യ തലമുറയ്ക്ക് മാത്രമല്ല, രണ്ടാമത്തെ തലമുറയ്ക്കും ഒരു പ്രചോദനമായി 3, 4 തലമുറകൾ വരുമ്പോഴും ഇതൊന്നായി തന്നെ നിൽക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം, ഞാനിവിടെ വന്നൊരു 3 or 4 പ്രോഗ്രാമേ ഞാൻ കണ്ടുള്ളൂ. പക്ഷേ ഓഡിയൻസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഞാൻ മറ്റെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം നിങ്ങളുടെ പ്രോത്സാഹനം ഈ സ്റ്റേജിൽ പരിപാടികൾ നടത്തിയവർക്ക് വളരെ നല്ല കൈകടികളും കൂക്കുവിളികളും നിങ്ങൾ നൽകുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. അത് വളരെ നല്ലൊരു കാര്യമാണ്, അതൊരു പ്രോത്സാഹനമാണ്. അതിന് പ്രത്യേക അഭിനന്ദനങ്ങൾ. ഇത് വീണ്ടും മുന്നോട്ട് പോകട്ടെ, നിങ്ങളുടെ പരിപാടികൾ ഒരുപാട് മനോഹരമാകട്ടെ. ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ പള്ളികളിലും അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടു. ഇന്ന് നിങ്ങളുടെ സെക്രട്ടറി ആണെങ്കിലും ക്രിസ്മസ് സന്ദേശം നൽകിയുണ്ടായി. ഞാനൊരു ക്രിസ്മസ് സന്ദേശമായിട്ട് പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. നമുക്കറിയാം, ക്രിസ്മസ് ലോകത്തിൽ 160-ൽ പരം രാജ്യങ്ങളിൽ ഇത് ആഘോഷിക്കപ്പെടുന്നുണ്ട്. 2 മില്യണിൽ കൂടുതൽ ആളുകൾ ക്രിസ്മസ് ആഘോഷിക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ആ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം നമുക്ക് കിട്ടിയ ആ സന്ദേശം ഒരിക്കൽ ആ 25-ാം തീയതി ക്രിസ്മസിൻ്റെ അന്ന് മാത്രമല്ല, അത് വർഷം തോറും ആ നല്ല സന്ദേശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. ഇതൊരു ആഘോഷമായി മാത്രം ചുരുങ്ങാതെ നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയ്ക്ക് നമുക്കൊന്ന് തൽക്കാലത്തിനൊന്ന് നിർത്താനും ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാനും, നമ്മൾ കഴിഞ്ഞ വർഷം എങ്ങനെയൊക്കെ ആയിരുന്നു, മുന്നോട്ടുള്ള വർഷത്തെ എങ്ങനെയൊക്കെയാണ് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എന്ന് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു അവസരമാണ്. നമുക്കൊരുപാട് ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കാനും, ഒരു സമ്മാനങ്ങൾ മാത്രം കൈമാറാനുള്ളതല്ല, പക്ഷേ നമ്മുടെ ചുറ്റും ആരൊക്കെയാണ്, നമുക്ക് ആരൊക്കെയാണ് നമ്മളെ സഹായിക്കാൻ പറ്റുന്നത്. ഒരു പക്ഷേയാണ് ഞാൻ പറയും, നമ്മൾ മലയാളികൾ ഒത്തിരി പ്രിവിലേജ്ഡ് ആൾക്കാരാണ്. നല്ല കുടുംബങ്ങളുണ്ട്. നമുക്ക് തിരിച്ച് കേരളത്തിലാണെങ്കിലും നമ്മളെ നോക്കിയിരിക്കുന്ന ഒരുപാട് ബന്ധുക്കളും സുഹൃത്തുക്കളും നല്ല നല്ല കൂട്ടായ്മകളും ഒക്കെ നമുക്കുണ്ട്. പക്ഷേ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം നോക്കുമ്പോൾ, നമ്മൾ ഈ ജീവിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മളെക്കാളും ഒരുപാട് ആവശ്യങ്ങളുള്ള ആളുകൾ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. അവർ മലയാളികൾ മാത്രമായിരിക്കണമെന്നില്ല, ഇംഗ്ലീഷ് ആളുകളോ അല്ലെങ്കിൽ മറ്റ് പല കമ്മ്യൂണിറ്റികളുമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുവട്ടം നോക്കുമ്പോൾ നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ നമ്മൾ ആ കമ്മ്യൂണിറ്റിക്ക് ചെയ്യുക. കാരണം നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. ഇപ്പം നിങ്ങളിൽ പലരും ഇവിടെ വന്ന് 20, 25 വർഷം അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് വന്നവരുണ്ട്. ഈ കമ്മ്യൂണിറ്റി നമ്മളെ സ്വീകരിച്ചു. നമുക്ക് ഈ കമ്മ്യൂണിറ്റി നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ തന്നു. ശരിയാണ്, നമുക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഈ സമൂഹം ഈ കമ്മ്യൂണിറ്റി നമ്മളെ സ്വീകരിച്ചതിന് നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ അടുത്ത തലമുറയ്ക്ക്, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ് നമുക്കെങ്ങനെ ഈ കമ്മ്യൂണിറ്റിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു പോകാൻ സാധിക്കും. നമ്മുടെ നല്ല സംസ്കാരങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അവരിലുള്ള നല്ല സംസ്കാരങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്കൊരു നല്ല സമൂഹമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നിങ്ങളുടെ വീൽചെയർ മലയാളി അസോസിയേഷന് ഈ സ്വിൻഡനിലുള്ള അല്ലെങ്കിൽ ഈ പരിസര പ്രദേശത്തുള്ള എല്ലാ നാട്ടുകാർക്കും ഒരു മാതൃകയായി മുന്നോട്ട് പോകാൻ നിങ്ങളുടെ ഈ ക്രിസ്മസ്, ന്യൂ ഇയർ സമ്മേളനങ്ങളും ആഘോഷങ്ങളും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അതാണ് എൻ്റെ ക്രിസ്മസ് സന്ദേശം. ഇനി ഞാൻ എന്നെക്കുറിച്ചൊരു വാക്ക് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും, ഞാൻ രാഷ്ട്രീയത്തിൽ വന്നിട്ട് അധികം നാളുകളായിട്ടില്ല. പക്ഷേ എനിക്ക് നമ്മുടെ ചെറുപ്പക്കാരോട്, പുതുതലമുറയോട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പേരൻസ് ഈ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളത്. നമുക്ക് നേടാൻ സാധിക്കുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികളെ നമുക്ക് ഒരു ഡോക്ടറാക്കണമെന്നോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കണമെന്നോ മാത്രമല്ല, മറ്റും പല മേഖലകളിലേക്കും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കുമെന്ന് കരുതാത്ത പല മേഖലകളിലും നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അതിനുള്ള വഴികൾ ഇവിടെയുണ്ട്, അതിനുള്ള മാർഗങ്ങളുണ്ട്. അത് കാണിച്ചു കൊടുക്കാനും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കി കൊടുക്കാനും ഒരു സാധാരണ നേഴ്സായി നിങ്ങളിൽ പലരെയും പോലെ നാട്ടിൽ നിന്നും ഇവിടെ ജോലി തേടിയെത്തി എനിക്ക് ഇവിടുത്തെ ഒരു പാർലമെൻറ്റ് അംഗമാകാൻ സാധിച്ചെങ്കിൽ എന്നെക്കാളും കഴിവുകളുള്ള ഒരുപാട് പേരുണ്ട്. ഒരുപാട് കുട്ടികൾ വളർന്നു വരുന്നുണ്ട്. അവർക്കൊക്കെ ഒരു മാതൃകയാകാൻ എനിക്ക് സാധിച്ചാൽ അതിൽ ഞാൻ ഒരുപാട് സന്തുഷ്ടനാണ്. ഞാൻ എവിടെ എന്തുമാത്രം നേടുമെന്നല്ല, അതാണ് നിങ്ങളിൽ പലർക്കും
ഞാൻ ഇവിടെ ആഷ്ബോർഡിൽ നിന്ന് 2.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഇവിടെ വരുമ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അത് സാധിക്കട്ടെ. ആർക്കെങ്കിലും എന്തെങ്കിലും സഹായങ്ങളോ നിർദ്ദേശങ്ങളോ നൽകാൻ എനിക്ക് സാധിക്കുമെങ്കിൽ അത് ഞാൻ ചെയ്യാൻ തയ്യാറായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്മസിൻ്റെയും ന്യൂ ഇയറിൻ്റെയും ആശംസകൾ നേരുന്നു. ഒരിക്കൽ കൂടി എന്നെ ഇവിടെ വിളിച്ചതിനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചതിനും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ശ്രീ സോജൻ ജോസഫ്. അടുത്തതായി നമ്മളുടെ ക്രിസ്മസ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നമ്മൾ നടത്തിയ ക്രിബ് കോമ്പറ്റീഷൻ്റെ സമ്മാന വിതരണമാണ്. ഫസ്റ്റ് പ്രൈസ് ബിനു ബേബി, ക്യാഷ് പ്രൈസ് പ്ലസ് WMAയുടെ ഒരു ട്രോഫിയും കൂടെയാണ്. ഇത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഫ്ലോറൽ ബ്ലൂസ് ബ്യൂട്ടിക്കാണ്. അവരുടെ ഒരു സ്റ്റാള് നമ്മളുടെ ബാൽക്കണിയിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. സെക്കൻഡ് പ്രൈസ് ജോൺസൺ പോൾ ആൻഡ് ഫാമിലി. തേർഡ് പ്രൈസ് ലൂക്കോസ് തോമസ് ആൻഡ് ഫാമിലി. അടുത്തതായി നമ്മുടെ സുവനീർ 20 വർഷത്തിന്റെ പൂർത്തീകരണത്തിൽ നാം പുറത്തിറക്കിയ നമ്മുടെ സുവനീർ നിലവിന്റെ പേര് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് റാണി തോമസ്. എൻ്റെ പ്രസംഗത്തിൽ ഞാൻ പറയുകയുണ്ടായി, ഈ കമ്മിറ്റി ഇങ്ങനെ പൂർത്തീകരിക്കാൻ സാധിച്ചത് നമ്മുടെ മഹാഭാരതത്തിലെ ഈ എല്ലാ അവതാരങ്ങളും ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ ഇതുവരെ ഒരു കമ്മിറ്റി കഴിഞ്ഞു കഴിയുമ്പോൾ ആ കമ്മിറ്റിയെ നമ്മൾ സാദരം പറഞ്ഞു വിടുന്ന ഒരു പതിവാണ് WMAക്കുള്ളത്. ഞാൻ ഈ പതിവ് ഇവിടെ മാറ്റുകയാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ബിഹൈൻഡ് ദ സ്ക്രീനിൽ ഒരു വോളണ്ടിയറായിട്ട് നിശബ്ദമായിട്ട് നിങ്ങളെപ്പോലെ തന്നെ എല്ലാ പേയ്മെൻറ്റും കൊടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ബറ്റാലിയനാണ് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ. തീർച്ചയായിട്ടും ഈ കമ്മിറ്റി കഴിഞ്ഞെങ്കിലും അവർ ആദരിക്കാൻ അർഹതപ്പെട്ടവരാണ്. സോ ദേ ഡിസേർവ്ഡ് ആൻ അപ്രീസിയേഷൻ ആൻഡ് ഐ ആം വില്ലിംഗ് ടു ഗീവ് ദം എ ബിഗ് ഹാൻഡ്. ആദ്യമായിട്ട് നമ്മുടെ ഈ അസോസിയേഷൻ്റെ സെക്രട്ടറി പ്രതീഷ് ഫിലിപ്പിനെ മുന്നോട്ട് ക്ഷണിക്കുകയാണ്. നമ്മളുടെ ട്രഷറർ ശ്രീ സജി മാത്യു, അടുത്തതായി നമ്മളുടെ ജോയിന്റ് ട്രഷറർ ശ്രീ സോണി കാച്ചപ്പള്ളി, അടുത്തത് ജോയിന്റ് ട്രഷറർ ശ്രീ അഗസ്റ്റിൻ ജോസഫ് പാപ്പച്ചായൻ, അടുത്തതായി വുമൺ ഫോറം റെപ്രസെന്റേറ്റീവ്സ് സിസി ആന്റണി, അടുത്തതായി ഗീതു അശോകൻ തമ്പി വുമൺസ് ഫോറം റെപ്രസെന്റേറ്റീവ്, അടുത്തത് നമ്മളുടെ ഏരിയ റെപ്രസെന്റേറ്റീവ്സ് ശ്രീ മാത്യു കുര്യാക്കോസ്, അടുത്തത് നമ്മളുടെ ടൗൺ സെന്റർ റെപ്രസെന്റേറ്റീവ് ശ്രീ ലൂക്കോസ് തോമസ്, അടുത്തത് നോർത്ത് സുണ്ടൻ റെപ്രസെന്റേറ്റീവ് ശ്രീ സജി ജോർജ്, അടുത്തതായി നമ്മുടെ വെസ്റ്റ് സുണ്ടൻ റെപ്രസെന്റേറ്റീവ് ശ്രീ ജോസഫ് ജോസ് മനു, അടുത്തതായി നമ്മുടെ ഡിവൈസസ് റെപ്രസെന്റേറ്റീവ് ശ്രീ ജോസ് ഞെളിയൻ, അടുത്തതായി നമ്മുടെ സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീ ജോർജ് കുര്യാക്കോസ്, അടുത്തതായി നമ്മുടെ സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീ ജോബി ജോസഫ്, നമ്മുടെ മറ്റൊരു സ്പോർട്സ് കോർഡിനേറ്റർ ശ്രീ ജിൻസ് ജോസഫ് നാട്ടിൽ പോയിരിക്കുകയാണ്, സ്ഥലത്തില്ല. അടുത്തതായി
നമ്മുടെ ഈ പ്രോഗ്രാംസ് എല്ലാം മനോഹരമായി ഒരുക്കുന്ന നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീ മെൽവിൻ മാത്യു, പ്രോഗ്രാം കോർഡിനേറ്റർ അഞ്ജന സുജിത്, പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈൻ എലിസബത്ത് വർഗീസ്, മറ്റൊരു പ്രോഗ്രാം കോർഡിനേറ്റർ ജസ്ലിൻ മാത്യു ഇപ്പോൾ സ്ഥലത്തില്ല. അടുത്തതായി നമ്മളുടെ മീഡിയ കോർഡിനേറ്റർ ശ്രീ രാജേഷ് നടേപ്പള്ളി. അടുത്തതായി നമ്മളുടെ ഈ കമ്മിറ്റിയുടെ എല്ലാമായ സർവാധരണീയനായ നമ്മളുടെ പ്രസിഡന്റ് ശ്രീ പ്രിൻസ് മോൻ മാത്യു. അടുത്തതായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന നമ്മളുടെ പ്രിയങ്കരനായ MP ശ്രീ സോജൻ ജോസഫിന് ഒരു ഉപഹാരം നൽകുന്നതിന് വേണ്ടി ഞാൻ ശ്രീ പ്രസിഡന്റ് പ്രിൻസ് മോൻ മാത്യുവിനെ ക്ഷണിക്കുകയാണ്.